ഹായ് ഡിയർ മക്കളെ നമ്മുടെ റാപ്പിഡ് റിവിഷൻ്റെ 11ാമത്തെ പാർട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. എടാ മക്കളെ, പറഞ്ഞ് ദിവസങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. 8 ദിവസം കൂടെ ഉള്ളൂ കേട്ടോ നമ്മുടെ എക്സാമിന്. അതായത് നെക്സ്റ്റ് തിങ്കളാഴ്ച, ഇന്ന് തിങ്കളാഴ്ചയാണ് 16-ാം തീയതി. അടുത്ത തിങ്കളാഴ്ച നിങ്ങളുടെ സേ എക്സാം സ്റ്റാർട്ട് ചെയ്യും. അടുത്ത ബുധനാഴ്ച നിങ്ങളുടെ മാത്സ് എക്സാം, മാത്സിൻ്റെ സേ എക്സാം അടുത്ത ബുധനാഴ്ചയാണ്. മക്കളെ, ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇനിയും ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് സേ എക്സാമിന് വേണ്ട രീതിയിലുള്ള ബെസ്റ്റ് ക്ലാസ് തന്നെ നിങ്ങൾക്ക് കിട്ടും. സോ വേണ്ടവർക്ക് താഴെ കാണുന്ന നമ്പറിൽ ഒരു റാപ്പിഡ് സേ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ മക്കളെ, നമ്മൾ വെക്ടർ അൾജിബ്രയാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ റാപ്പിഡ് റിവിഷനിൽ. സോ അതിൻ്റെ ബാക്കി കൺസെപ്റ്റാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. മക്കളെ നന്നായിട്ട് പഠിച്ചോണം കേട്ടോ. ഇല്ല, ഒരു വർഷം കൂടെ നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും. നന്നായിട്ട് 1 വീക്ക്. യെസ് മക്കളെ, കൊളീനിയർ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് കേട്ടോ. കൊളീനിയർ ക്വസ്റ്റ്യൻ നോക്കിയേ. ഷോ ദാറ്റ് ദി പോയിന്റ്സ്, തന്നിരിക്കുന്ന പോയിന്റ്സ് കൊളീനിയർ ആണോ, കൊളീനിയർ എന്ന് പറഞ്ഞാൽ ഒരു ലൈനിലാണോ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ ഒരു നമ്പർ മാത്രം മാറ്റി മാറ്റി ചോദിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം മക്കളെ, ഇതിനെ ആദ്യം നിങ്ങൾ എ എന്ന് പറഞ്ഞ് വിളിക്കുക. ഏതാണ് ഫസ്റ്റത്തെ പോയിന്റ്? എ. ഫസ്റ്റത്തെ പോയിന്റ് എ എന്ന് പറഞ്ഞ് അതിന് പേര് കൊടുത്തേടാ 1 2 3. സെക്കൻഡ് ബി എന്ന് പറഞ്ഞു കൊടുക്കുക 7 3 4. തേർഡ് ഡി എന്ന് പറഞ്ഞു കൊടുക്കാം, സോറി സി എന്ന് പറഞ്ഞു കൊടുക്കാം 19 5 10. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് 3 പോയിന്റ്സ് തമ്മിലുള്ള ആ ഒരു വെക്ടർ കണ്ടുപിടിക്കണം. ആദ്യം എ ബി ഇത് തമ്മിൽ കണക്ട് ചെയ്യണ ആ ഒരു വെക്ടർ കണ്ടുപിടിക്കണം. എന്താണ് എ ബി? എ ബി കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചല്ലേടാ. എ ബി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ബിയിൽ നിന്ന് എ കുറയ്ക്കുക. അപ്പോൾ എന്ത് വരും? 7ൽ നിന്ന് 1 കുറച്ചാൽ 6, അതിൻ്റെ കൂടെ ഐ ചേർത്ത് വേണം. അടുത്തത് 3ൽ നിന്ന് 2 കുറച്ചാൽ 1, ഒരു ജെ. അടുത്തത് 4ൽ നിന്ന് 3 കുറച്ച് കഴിഞ്ഞാൽ ഒരു കെ. യെസ്, എ ബി കിട്ടി. അടുത്ത ബി സി കണ്ടുപിടിക്കണം, എ സി കണ്ടുപിടിക്കണം. വീഡിയോ പോസ് ആക്കിയിട്ട് തന്നെ കണ്ടുപിടിച്ചേടാ. അടുത്തത് ബി സി എന്ന് പറയുമ്പോൾ സിയിൽ നിന്ന് ബി കുറയ്ക്കണം. 19ൽ നിന്ന് 7 കുറച്ചാൽ 12 ഐ. അടുത്തത് 5ൽ നിന്ന് 3 കുറച്ചാൽ 2 ജെ. അടുത്ത 10ൽ നിന്ന് 4 കുറച്ചാൽ 6 കെ. എ ബിയും കിട്ടി, ബി സിയും കിട്ടി. അടുത്ത എ സി കണ്ടുപിടിക്കണം. അടുത്ത എ സി കണ്ടുപിടിക്കണമെങ്കിൽ സിയിൽ നിന്ന് എ കുറയ്ക്കണം അല്ലേടാ. യെസ്, സിയിൽ നിന്ന് എ കുറയ്ക്കുമ്പോൾ 19ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 18. അടുത്തത് 5ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ 3 ജെ. അടുത്ത 10ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ 7 കെ. ഇത്രയും കണ്ടുപിടിച്ച് വെക്കുക. ഇനി നിങ്ങൾ നോക്കേണ്ടത്, എടാ എ ബി സിമ്പിളായിട്ട് കാര്യം, ഈ കൊളീനിയർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എ ബി ഇത് എ, ഇത് ബി, സി. എടാ ഏതെങ്കിലും രണ്ട് ഈ സംഭവം നോക്കട്ടെ, ഈ ലൈനില്ലേ, ഈ ലൈനിനകത്ത് നിങ്ങൾക്ക് സിമ്പിൾ ഒരു കൺസെപ്റ്റ് പറയുകയാണ്. എ ബിയും ബി സിയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എ സി കിട്ടത്തില്ലടാ അല്ലേ. അപ്പോൾ അതിനെയാണ് ഈ 3 പോയിന്റ്സും കൊളീനിയർ എന്ന് പറഞ്ഞാൽ ഒരേ ലൈനിൽ കിടക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ നമുക്കിവിടെ ഈ 3 വെക്ടറും കൊളീനിയർ ആണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഏതെങ്കിലും 2 വെക്ടർ തമ്മിൽ കൂട്ടുമ്പോൾ മറ്റേ വെക്ടർ കിട്ടണുണ്ടോ നോക്കണം. ഓക്കെ, അങ്ങനെ കിട്ടണമെങ്കിൽ അത് കൊളീനിയർ ആണ്. അങ്ങനെ കിട്ടണില്ലെങ്കിൽ കൊളീനിയർ അല്ല. ഇപ്പോൾ ഇവിടെ നോക്കി, ഏതെങ്കിലും ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ വെക്ടർ ഏതാ? കാണുമ്പോൾ തന്നെ അറിയാം 18 ആണ് ഇതിൻ്റെ അകത്ത് വലിയ നമ്പർ അല്ലേ. അപ്പോൾ ഇതായിരിക്കും വലിയ വെക്ടർ. നമുക്ക് ഏതെങ്കിലും ചെറിയ 2 വെക്ടർ തമ്മിൽ കൂട്ടി നോക്കാം. 6ഉം 12 കൂടെ കൂട്ടിയാൽ 18. യെസ്. 1ഉം 2ഉം കൂടെ കൂട്ടിയാൽ 3 ജെ. യെസ്. 1ഉം 6ഉം കൂടെ കൂട്ടിയാൽ 7 കെ. അപ്പോൾ എന്ത് പറയാം? ഈ സാധനവും കൂടെ കൂട്ടിയാൽ നമുക്ക് ഇത് കിട്ടത്തില്ലേ? അപ്പോൾ അതങ്ങ് എഴുതി വെച്ചാൽ മതി. എന്തെഴുതി വെക്കാം? Therefore എ ബിയും ബി സിയും കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? എ സി എന്ന് പറയുന്ന വെക്ടർ കിട്ടും. അതുകൊണ്ട് ഇതെന്താണ്? Therefore they are, അല്ലെങ്കിൽ the points are collinear. ഒരേ പോയിന്റിലാണ് കിടക്കുന്നതെന്ന് സിമ്പിളായിട്ട് പറയാം. ഓക്കെ അല്ലേടാ? സിമ്പിൾ കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ചെയ്യാലോ ഇത്? കൊളീനിയർ ആണോ അല്ലേ എന്ന് നോക്കി നിങ്ങൾക്ക് തന്നെ ചെയ്യാനേ ഉള്ളൂ. ഇത് കമൻ്റ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് തന്നെ കൂട്ടി നോക്കുമ്പോൾ അറിയാം ഏതെങ്കിലും 2 തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുമോ എന്ന് നോക്കുക. ഇനി ചിലപ്പോൾ ഇത് എ ബിയും ബി സിയും കൂടെ കൂട്ടുമ്പോഴായിരിക്കും എ സി കിട്ടുന്നത്. ചിലപ്പോൾ എ ബിയും എ സിയും കൂടെ കൂട്ടുമ്പോൾ ബി സി കിട്ടും. അങ്ങനെ ഇന്നത് തന്നെ വന്നൊന്നുമില്ല. ഏതെങ്കിലും 2 കൂടെ കൂട്ടുമ്പോൾ മറ്റേത് കിട്ടും. കൂട്ടി നോക്കിക്കോണേ. ഓക്കെ, അപ്പോൾ കൊളീനിയറിൻ്റെ കാര്യം പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിലേക്ക് കടന്നിരിക്കുകയാണ്. ഡോട്ട് ഒരു കുത്തിട്ട് കഴിഞ്ഞാൽ അതൊരു പ്രോഡക്റ്റാണ് ഇവിടെ. അതേപോലെ രണ്ടാമത്താണ് ക്രോസ്. അപ്പോൾ ഡോട്ടും ക്രോസും കൂടെ പഠിച്ച് കഴിയുമ്പോൾ ഈ ചാപ്റ്ററിലെ മെയിൻ കൺസെപ്റ്റ് എല്ലാം കഴിയും. ഓക്കെ മക്കളെ, ഇതൊന്നും നിങ്ങൾ പഠിക്കണ്ട. ഇതൊക്കെ അതിൻ്റെ ഡെഫിനിഷൻസ് ആണ്. ഡോട്ട് പ്രോഡക്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ എക്സാമ്പിൾ നോക്കിയാടാ. എയും ബിയും തന്നിട്ടുണ്ട്, 2 വെക്ടേഴ്സ്.
നമ്മളോട് എ ഡോട്ട് ബി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എ ഡോട്ട് ബി കണ്ടുപിടിക്കാനല്ല, ക്വസ്റ്റ്യൻ കാണും, ഉറപ്പായിട്ടും കാണും, 100% ഉറപ്പാണ്. ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. അപ്പോൾ ഡോട്ട് കണ്ടുപിടിക്കാൻ 100% കണ്ടുപിടിക്കാൻ കാണും. അപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഡോട്ട് എ ഡോട്ട് ബി കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ആദ്യം എയുടെ ഐയും ഐ നോക്കിക്കടാ, ഇവിടെ ഐയും ഇവിടെ 3i അല്ലേ? അപ്പോൾ അതിൻ്റെ കമ്പോണൻസ് നമ്മൾ ഇൻഡു ചെയ്യുക എന്ന് പറയുമ്പോൾ ഇവിടെ 1 അല്ലേടാ, ഇവിടെ 3 അല്ലേടാ. അപ്പോൾ അത് ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, ഒരു ബ്രാക്കറ്റ് ഇടുക, 1 × 3. ഐയും ജെയും കെയും ഒന്നും ഇവിടെ കൊടുക്കണ്ട. ഞാൻ പറയാം. ആദ്യം ഐയുടെ കമ്പോണൻസ്, ഐയുടെ കൂടെയുള്ള രണ്ടും തമ്മിൽ ഇൻഡു ചെയ്തു, പ്ലസ് ഇടുക, ബ്രാക്കറ്റിനകത്ത് ജെയുടെ കമ്പോണൻസ് തമ്മിൽ ഇൻഡു ചെയ്യുക, രണ്ടും പ്ലസ് അടുത്ത കെയുടെ 3ഉം ഇവിടെ 1ഉം. മക്കളിവിടെ മൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ -3 തന്നെ എടുക്കണേ. ഇവിടെ -k ആണെങ്കിൽ -1k എന്നാണ്, -1 എടുത്തോണം. ഓക്കെ, ഇവിടെ പ്ലസ് ആയതുകൊണ്ട് എല്ലാം ഞാൻ ഡയറക്റ്റ് അതുപോലെ തന്നെ ഇട്ടു. ഇത് വേണമെങ്കിൽ കാൽക്കുലേറ്റർ അടിച്ചു കൊടുത്തു, ഇതേപോലെ തന്നെ ബ്രാക്കറ്റ് ഒക്കെ ഇട്ട് കാൽക്കുലേറ്റർ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക, ആൻസർ കിട്ടും. എത്ര പരിപാടി ഇത്? 3 + 4 + 3, 4 3 7 3 10 കിട്ടും ആൻസർ. ഇങ്ങനെയാണ് ഡോട്ട് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡോട്ട് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടിയാണ് മക്കളെ? ഡോട്ട് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഒരു നമ്പർ കിട്ടി അല്ലേ? ഐയും ജെയും കെയും ഇല്ലാത്തൊരു നമ്പർ കിട്ടി. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഡോട്ട് പ്രൊഡക്റ്റിനെ നമ്മൾ സ്കെയിലാർ പ്രൊഡക്റ്റ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ മറ്റൊരു പേരാണ് സ്കെയിലാർ പ്രൊഡക്റ്റ്. എന്ന് പറഞ്ഞാൽ കിട്ടുന്നത് ഒരു നമ്പർ ആയിരിക്കും. ഐയും ജെയും കെയും ഉള്ളത് വെക്റ്റർ ആണെങ്കിൽ അതൊന്നും ഇല്ലാത്തത് സ്കെയിലാർ, ഒരു നമ്പർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഡോട്ട് ചെയ്യുമ്പോഴത്തേക്കും ചിലവർ എഴുതുന്നതാണ്, ചിലപ്പോൾ ഐ ജെ കെ ഒക്കെ കൂടെ എഴുതും, അത് എഴുതരുത്. ഡോട്ട് എന്ന് പറയുമ്പോൾ ഒരു നമ്പറാണ് കിട്ടുന്നത്. 10 0 5 4 -5 എന്നൊക്കെ പറഞ്ഞാൽ ഒരു നമ്പറായിരിക്കും കിട്ടുന്നത്. മനസ്സിലായല്ലോ കാര്യം? കൺസെപ്റ്റ് മനസ്സിലായി? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ചാപ്റ്ററിലെ മെയിൻ ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് പ്രൊജക്ഷൻ ഓഫ് വെക്റ്റേഴ്സ്. മക്കളെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇത്. പ്രൊജക്ഷൻ വെരി ഇമ്പോർട്ടൻ്റ് കേട്ടോ, പഠിക്കാതെ പോകരുത്, ഒരാൾ പോലും പോകരുത്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ. ഡോട്ടും പിന്നെ മോഡുലസും നമ്മൾ രണ്ടും പഠിച്ചതാണ്, പഠിച്ച കൺസെപ്റ്റാണ്, സെയിം അത് തന്നെ. പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ അതുപോലെ തന്നെ കാണും. പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി എന്നാണെങ്കിൽ, എ ഓൺ ബി ആണെങ്കിൽ അവ തമ്മിൽ ഡോട്ട് എടുക്കുക, ബൈ ഓൺ കഴിഞ്ഞിട്ടുള്ള വെക്ടറിൻ്റെ മോഡുലസ് എടുക്കുക, രണ്ടാമത്തെ വെക്ടറിൻ്റെ മോഡുലസ് എടുക്കുക. ഇത്രയുള്ളൂ സിമ്പിളായിട്ട് പറഞ്ഞാൽ. പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു നിഴലാണെന്ന് ഓർത്താൽ മതി. അപ്പോൾ എ ബിയിലേക്ക് അടിക്കുന്ന പ്രൊജക്ഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയെ പറഞ്ഞാണ്. അപ്പോൾ എ ഓൺ ബി എന്ന് പറയുമ്പോഴത്തേക്കും എയും ബിയും തമ്മിൽ ഡോട്ട് എടുക്കുക, എന്നിട്ട് ബിയുടെ മോഡുലസ് വെച്ച് ഡിവൈഡ് ചെയ്യുക. ഓക്കെ അല്ലേ? പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ക്വസ്റ്റ്യൻ കണ്ടോ? ക്വസ്റ്റ്യൻ പേപ്പർ വരുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ദ പ്രൊജക്ഷൻ ഓഫ് ദി വെക്ടർ, ഫൈൻഡ് ദ പ്രൊജക്ഷൻ ഓഫ് ദി വെക്ടർ എ ഓൺ ദി വെക്ടർ എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ വെക്ടർ ബിയും ആദ്യത്തെ വെക്ടർ എയും. അപ്പോൾ ഇവിടെ നമുക്ക് പേര് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ തന്നെ പേര് കൊടുക്കണം. ഇവിടെ പേര് തന്നിട്ടുണ്ട്. സോ എ എന്ന് പറയുന്ന വെക്ടർ എടുത്ത് എഴുതിക്കേടാ, 2i + 3j + 2k അല്ലേ? അടുത്ത ബി എന്ന് പറയുന്ന വെക്ടർ i + 2j + k. യെസ്. അപ്പോൾ എയും ബിയും എടുത്ത് എഴുതി. ഇനി നമുക്ക് എന്താ വേണ്ടത്? പ്രൊജക്ഷൻ്റെ ഇക്വേഷൻ വേണം അല്ലേ? അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് പ്രൊജക്ഷൻ്റെ ഇക്വേഷൻ എഴുതി വെക്കടാ. പ്രൊജക്ഷൻ = എന്താണ് ഇക്വേഷൻ? എ ഡോട്ട് ബി, ഇക്വേഷന് മാർക്കുണ്ട് കേട്ടോ, ഡിവൈഡഡ് ബൈ മോഡ് ബി എന്നാണല്ലേ. അപ്പോൾ നമുക്ക് എ ഡോട്ട് ബി കണ്ടുപിടിക്കണം. യെസ്, എ ഡോട്ട് ബി കണ്ടുപിടിക്കാം. ഇത് രണ്ടും കണ്ടുപിടിച്ചിട്ട് ഇവിടെ ഇട്ട് കൊടുത്താൽ പോരെ? നമുക്ക് ഇപ്പുറത്തേക്ക് മാറ്റി കണ്ടുപിടിക്കാം. ഇപ്പുറത്തേക്ക് മാറ്റി കണ്ടുപിടിക്കണം നിർബന്ധമൊന്നുമില്ല, ഇവിടെ തന്നെ കണ്ടുപിടിച്ചാലും മതി. പക്ഷേ മാറ്റി കണ്ടുപിടിച്ചിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല വൃത്തി ഉണ്ടാകും കേട്ടോ. അപ്പോൾ എ ഡോട്ട് ബി കണ്ടുപിടിക്കാം അല്ലേടാ. എ ഡോട്ട് ബി എന്ന് പറയുമ്പോൾ എന്താണ്? നേരത്തെ ചെയ്ത പോലെ തന്നെ മക്കളെ തന്നെ ചെയ്തേ. ഇപ്പം എൻ്റെ ക്ലാസ് കണ്ട് ഇപ്പം തൊട്ട് മുമ്പത്തെ ഞാൻ പറഞ്ഞ പ്രോബ്ലം കണ്ടവർക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യാം? എ ഡോട്ട് ബി എന്ന് പറയുമ്പോൾ ഇവിടെ 2 × 1 സിമ്പിളായിട്ട് എഴുതി പോവുക. 2 × 1 പ്ലസ് അടുത്ത് ജെയുടെ കമ്പോണൻറ്റ് 3 × 2 പ്ലസ് അടുത്തത് കെയുടെ കമ്പോണൻറ്റ് 2 × 1 അല്ലേ? 2 × 1. അപ്പോൾ എന്ത് വരും? 2 + 3 × 2 6 + 2 6 2 8 2 10 കിട്ടും. യെസ്, അപ്പോൾ നമുക്ക് എ ഡോട്ട് ബി കിട്ടി 10. സിമ്പിൾ പരിപാടി അല്ലേ? ഇനി നമുക്ക് മോഡ് ബി വേണം. മോഡ് ബി കണ്ടുപിടിക്കാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഓൾറെഡി. സോ മോഡ് ബി കണ്ടുപിടിച്ചേടാ. റൂട്ട് ഓഫ് അല്ലേ? മോഡുലസ് എന്ന് പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് ആണ്. എന്തിൻ്റെ? ബിയുടെ മോഡുലസ്.
ബിയുടെ മോഡുലസ് എന്ന് പറയുമ്പോൾ ഇവിടെ 1ൻ്റെ സ്ക്വയർ എത്രയാടാ 1 പ്ലസ് ഇവിടുത്തെ 2ൻ്റെ സ്ക്വയർ 4 പ്ലസ് ഇവിടുത്തെ 1ൻ്റെ സ്ക്വയർ 1 എത്ര വരും 4ഉം 2ഉം 6 വരും √6 എന്ന് വരും നമ്മുടെ ആൻസർ. ഇത്ര എഴുതി കഴിഞ്ഞാൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ 3 മാർക്ക് നിങ്ങളുടെ കയ്യിലിരിക്കും. ക്ലിയർ ആയില്ലേടാ? ക്ലിയർ ആയില്ലേ? സിമ്പിൾ കൺസെപ്റ്റ് ആണ്. ഇക്വേഷൻ ഒരു 10 തവണ എഴുതി പഠിച്ചേടാ എല്ലാ മക്കളും. 10 തവണ എഴുതി പഠിച്ചേ. പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ A.B/mod B. ഞാൻ ഈ 10 തവണ എഴുതി പഠിക്കുക 20 തവണ എഴുതി പഠിക്കുക എന്നൊക്കെ പറയുന്നത് ഞാൻ ഈ ബാച്ചിലെ കുട്ടികളോട് പറഞ്ഞ് ശീലിച്ചാണ്. മക്കളെ അത് തന്നെയാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. എൻ്റെ കൂടെ തന്നെ പഠിച്ചു പോകണമെങ്കിൽ ഞാൻ പറയുന്ന കാര്യം ചെയ്യുക. ഇതൊരു 10 തവണ എഴുതി പഠിക്കും. 10 തവണ എഴുതി പഠിക്കും ഇപ്പം തന്നെ. പ്രൊജക്ഷൻ A.B/mod B. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? യൂണിറ്റ് വെക്ടർ എന്താണെന്നായിരുന്നു അല്ലേ? യൂണിറ്റ് വെക്ടറിൻ്റെ ഇക്വേഷൻ എന്താണ്? തന്നിരിക്കുന്ന വെക്ടർ ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെ അതിൻ്റെ മോഡുലസ് അല്ലേ? പിന്നെ അത് കുറേ ഇക്വേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചും പഠിക്കാനുണ്ട്. സ്റ്റെപ്പായിട്ട് പഠിച്ചു വെക്കണം. ഞാൻ പറയുന്ന പോലെ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിൽ നിന്ന് പോകത്തില്ല. അപ്പോൾ പ്രൊജക്ഷൻ്റെ ഇക്വേഷൻ എന്താണ്? A.B/mod B. യെസ്, സിമ്പിൾ കൺസെപ്റ്റ്. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇതിൻ്റെ ആൻസർ ഒന്ന് കണ്ടുപിടിച്ച് വെക്കണം. പ്രൊജക്ഷൻ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഇവിടെ കെ ഇല്ല അല്ലേ? ഐയും ജെയും മാത്രമേ കെ ഇല്ല. കെ ഇല്ലെങ്കിൽ വേണ്ട, കെക്ക് പകരം 0 ഇട്ട് കൊടുത്തോ. രണ്ടിടത്തും കെ ഇല്ലാത്തതുകൊണ്ട് നോ പ്രോബ്ലം. ഓക്കെ, ഇതൊന്ന് ഹോംവർക്കായിട്ട് ചെയ്തോളുക. 2 ക്വസ്റ്റ്യനായി. ഒരു ക്വസ്റ്റ്യൻ കൂടെ തരാം. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യനാണ്. അടുത്തതും ഹോംവർക്കായിട്ട് പ്രൊജക്ഷൻ. അപ്പം മക്കളെ നിങ്ങൾ ഫസ്റ്റത്തേൻ്റെ കൊളീനർ കണ്ടുപിടിച്ചിട്ട് കമൻറ്റ് ചെയ്യണമെന്നില്ല. ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യനും മൂന്നാമത്തെ ക്വസ്റ്റ്യനും ഇതിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പ്രൊജക്ഷൻ എത്ര കിട്ടുമെന്ന് നോക്കട്ടെ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. A/B എന്ന് പറഞ്ഞാൽ പ്രൊജക്ഷൻ A/B എന്ന് പറഞ്ഞാൽ A.B/mod B എന്നിട്ട് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? മക്കളെ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്തോ കേട്ടോ. നിങ്ങളുടെ ആ ഒരു ഫീഡ്ബാക്കാണ് കൂടുതൽ ക്ലാസ് ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു ലൈവ് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ ലൈവ് ക്ലാസ്സുമായിട്ട് കാണാം മക്കളെ. അപ്പോൾ ഞാൻ വീണ്ടും പറയണു, 8 ദിവസം മാത്രം ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കാനുള്ളവർക്ക് ഇനിയും അവസരമുണ്ട്. അല്ലാത്തവർക്ക് നെക്സ്റ്റ് ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം മക്കളെ. ബൈ.